ഹായ് ഓൾ. ACCA കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനും ഒരുപാട് സംശയങ്ങൾ ഈ കോഴ്സിനെ പറ്റി ഉണ്ടാവാം. പ്രത്യേകിച്ച് അഡ്മിഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് ടെക്നിക്കൽ ഡൗട്ട്സ് ഉണ്ടാവാം. ഈ ടെക്നിക്കൽ ഡൗട്ടുകളെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വൺ ഓഫ് ദി സീനിയർ മോസ്റ്റ് ഫേസ് ഓഫ് ACCA ആൻഡ് വി കുഡ് ഓൾസോ സേ ദാറ്റ് ഷീ ഈസ് എ സൂപ്പർ സ്റ്റാർ ഓഫ് ACCA. ഇറ്റ്സ് നൺ അതർ ദാൻ പൂജ പ്രഭു. മാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാം BCom ആൻഡ് MCom റാങ്ക് ഹോൾഡറാണ്, യൂണിവേഴ്സിറ്റി ടോപ്പറാണ്. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമിൻ്റെ റെക്കോർഡ് ഇതുവരെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനി ടീച്ചിങ് ഫീൽഡിലോട്ട് വരുന്ന സമയത്ത് 12 വർഷത്തെ എക്സ്പീരിയൻസ് മാമിന് ഈ ഫീൽഡിലുണ്ട്. അത് യൂണിവേഴ്സിറ്റി കോഴ്സുകൾ എടുത്തിട്ടും അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള ACCA, CIMA, CIA കോഴ്സുകളെടുത്തും മാമിന് പരിചയമുണ്ട്. ഇനി ACCAയുടെ അച്ചീവ്മെൻറ്റ്സിലോട്ട് വരികയാണെങ്കിൽ FR എന്ന് പറയുന്ന പേപ്പറിൽ മാം ഓൾ ഇന്ത്യ റാങ്ക് 1 സ്കോർഡാണ്. അതുപോലെ തന്നെ ഗ്ലോബലി 5th റാങ്ക് ഹോൾഡറും കൂടിയാണ്. She is not only a rank holder but also produced several national and world rank holders in various ACCA papers. So let's welcome Puja Prabhu. Hi ma'am. Hi Ravi. Welcome. Yeah. Ma'am, ആദ്യം തന്നെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. How was your ACCA journey? എങ്ങനെയാണ് മാം ACCAയിലോട്ട് എത്തിപ്പെടുന്നത്? It's like in a postgraduation കഴിഞ്ഞിട്ട് I started my career as a teacher and എൻ്റെ first teaching എന്ന് പറയുന്നത് ACCA ഫീൽഡിലായിരുന്നു. That's how I joined the world of ACCA. ഓക്കെ. അപ്പോൾ മാം ACCAയിൽ ഒരുപാട് വർഷമായിട്ട് ഉണ്ട്. എങ്ങനെയാണ് മാം ACCAയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഇതിൻ്റെ ലെവൽസ് ഒക്കെ എങ്ങനെയാണ്? ACCAയിൽ ടോട്ടലായിട്ട് 13 പേപ്പേഴ്സ് ഉണ്ട് and we have 3 levels. The first level knowledge level, അതിൽ 3 പേപ്പേഴ്സ് ഉണ്ട്. Then applied skills level 6 പേപ്പേഴ്സ് ഉണ്ട്. And finally strategic professional level 4 പേപ്പേഴ്സ് ഉണ്ട്. അതിൽ 2 പേപ്പേഴ്സ് കമ്പൽസറി ആണ്, 2 പേപ്പർ ഓപ്ഷണൽ പേപ്പേഴ്സ് ആണ്. ലൈക്ക് ഏത് ലാസ്റ്റ് സ്റ്റേജിലാണോ? ലാസ്റ്റ് സ്റ്റേജിൽ പ്രൊഫഷണൽ ലെവലിൽ. ഓൾ 13 പേപ്പേഴ്സ് എന്ന് മാം പറഞ്ഞു. ഈ എല്ലാ പേപ്പേഴ്സും ഫോളോ ചെയ്യുന്ന സെയിം മോഡ് ഓഫ് എക്സാമിനേഷൻ തന്നെയാണ്? അതായത് എല്ലാ എക്സാംസും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ്. ബട്ട് ഫസ്റ്റ് 4 പേപ്പേഴ്സ് ഓൺ ഡിമാൻഡ് എക്സാംസ് ആണ്. ലൈക്ക് സ്റ്റുഡൻറ്റിന് അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് ഏത് സമയത്ത് വേണമെങ്കിലും ദേ ക്യാൻ ടേക്ക് ദ എക്സാം. ബട്ട് ആഫ്റ്റർ ദാറ്റ് we have center based exam and remote exam. പക്ഷേ that happens 4 times a year. ഓക്കെ. അതായത് എപ്പോഴൊക്കെ? മാർച്ചിൽ, ജൂണിൽ, സെപ്റ്റംബറിൽ, ഡിസംബറിൽ. അങ്ങനെയാണെങ്കിൽ ഈ ലെവലിൽ മൊത്തം എത്ര പേപ്പേഴ്സാണ് വരുന്നത്? അതായത് നോളജ് ലെവലിൽ 3 പേപ്പേഴ്സ് ഉണ്ട്. ദീസ് ആർ ദ ബേസ് പേപ്പേഴ്സ് ലൈക്ക് ബിസിനസ് ടെക്നോളജി, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. അതിന് ശേഷം വരുന്നത് അപ്ലൈഡ് സ്കിൽസ് ലെവലാണ്. ആൻഡ് വി ഹാവ് ദ പേപ്പർ ലോ, പെർഫോമൻസ് മാനേജ്മെന്റ്, ടാക്സ്, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഓഡിറ്റ് ആൻഡ് അഷ്വറൻസ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. പിന്നെ വരുന്നത് സ്ട്രാറ്റജിക് പ്രൊഫഷണൽ ലെവൽ, ലാസ്റ്റ് ലെവലാണ്. അതിൽ 2 കമ്പൽസറി പേപ്പേഴ്സ് ഉണ്ട്. വൺ ഇസ് സ്ട്രാറ്റജിക് ബിസിനസ് ലീഡർ, സെക്കൻഡ് ഇസ് സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ്. ദെൻ വി ഹാവ് 4 പേപ്പേഴ്സ്. ഔട്ട് ഓഫ് ദാറ്റ് 2 പേപ്പേഴ്സ് ചൂസ് ചെയ്താൽ മതി സ്റ്റുഡൻസ്. 4 എണ്ണത്തിൽ നിന്ന് 2 ചൂസ് ചെയ്താൽ മതി. ഓപ്ഷണൽ പേപ്പേഴ്സ് ആണ്. 4 ഏതൊക്കെയാണ്? അത് അഡ്വാൻസ്ഡ് ഓഡിറ്റ് ആൻഡ് അഷ്വറൻസ്, അഡ്വാൻസ്ഡ് ടാക്സേഷൻ, അഡ്വാൻസ്ഡ് പെർഫോമൻസ് മാനേജ്മെന്റ് ആൻഡ് അഡ്വാൻസ്ഡ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. മാം ഇപ്പോൾ പറഞ്ഞു ഒരു വർഷത്തിൽ 4 വട്ടം നമുക്ക് എക്സാം എഴുതാം എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ മാർച്ചിൽ ഇപ്പോൾ ഒരു എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്പെസിഫിക് പേപ്പർ തന്നെ എഴുതണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, അവിടെ ഫ്ലെക്സിബിലിറ്റി അവൈലബിൾ ആണ്. ലൈക്ക് ദേ ക്യാൻ റൈറ്റ് എനി പേപ്പേഴ്സ്. പക്ഷെ ഒരു ലെവൽ കഴിയാണ്ട് നെക്സ്റ്റ് ലെവലിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വിത്തിൻ എ ലെവൽ ദേ ക്യാൻ റൈറ്റ് എനി പേപ്പേഴ്സ്. ഇന്ന എക്സാം എഴുതണം എന്നില്ല. ആൻഡ് ദേ ക്യാൻ ടേക്ക് അപ് ടു 3 എക്സാംസ് ഇൻ ആൻ എക്സാം സെറ്റ്. ഇപ്പൊ മാർച്ചിൽ എക്സാം എഴുതുവാണെങ്കിൽ ഒരു സ്റ്റുഡന്റിന് അപ് ടു 3 പേപ്പേഴ്സ് വരെ എഴുതാം. ഒന്നും എഴുതാം. അപ് ടു 3 വരെ എഴുതാൻ പറ്റും. ബട്ട് ഇൻ എ ഇയർ ദർ ഇസ് എ ലിമിറ്റ് ലൈക്ക് 8 എക്സാംസേ പറ്റുള്ളൂ. അതായത് ഏത് ലെവൽ വേണമെങ്കിലും എഴുതാം, പക്ഷേ മാക്സിമം 8 എക്സാംസേ അപ്പിയർ ചെയ്യാൻ പറ്റും. മാം നമുക്കറിയാം ഇപ്പോൾ ACCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് അവിടെ സെക്യൂർഡ് ആണ്, നമുക്ക് വേണ്ടിയിട്ട് അവിടെ ജോബ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എക്സ്പീരിയൻസ് വല്ലതും ആവശ്യമുണ്ടോ? എക്സ്പീരിയൻസിനെ പാട്ട് പറയുകയാണെങ്കിൽ like soon after you complete all the 13 papers you become ACCA affiliate. അതിന് ശേഷം if you want to become ACCA member you need to have 3 years practical working experience. And ഈ 3 years experience after ACCA കോഴ്സ് തന്നെ വേണം എന്നില്ല. It can be before ACCA, during ACCA, after ACCA. So any time നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാം. And in any finance role, ഇന്നൊരു ഫൈനാൻസ് റോൾ തന്നെ വേണം എന്നില്ല, ഇനി ഫൈനാൻസ് റോളിലെ എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യും. അപ്പം എൻ്റെ ഒരു സംശയമാണ്, ഈ ACCA നമ്മൾ എടുക്കുന്നതിന് മുന്നേ നമുക്ക് എങ്ങനെ ഈ എക്സ്പീരിയൻസിലോട്ട് പോകാം, അത് ഗെയിൻ ചെയ്യാനുള്ള ഒരു
ലൈക്ക് ഇപ്പോൾ ACC എടുക്കുന്നവർ +2 കഴിഞ്ഞ പാടെ വരുന്ന സ്റ്റുഡൻസ് ആവണം എന്നില്ല. BCom കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ആവാം, ചിലപ്പോൾ വേറെ പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്ത സ്റ്റുഡൻസ് ആവാം. അപ്പോൾ അവർക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടാവും. സോ ദാറ്റ് ഓൾസോ വിൽ ബി കൗണ്ടഡ് ഹിയർ. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് മാം എൻ്റെ അടുത്ത സംശയം. അതായത് മാം ഇപ്പോൾ 10th +2 ഡിഗ്രി ഈ സ്ട്രീമുകളൊക്കെ കഴിയുന്നവർക്ക് ഒരേ സ്റ്റേജിൽ നിന്ന് തന്നെയാണോ ACCA തുടങ്ങുന്നത്? അല്ല, +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് ദേ ഹാവ് ടു റൈറ്റ് ഓൾ ദ 13 പേപ്പേഴ്സ്. പക്ഷേ ഡിഗ്രി BCom കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ ഫസ്റ്റ് 4 പേപ്പർ എക്സംഷൻ കിട്ടും. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ദ യൂണിവേഴ്സിറ്റി ദേ സ്റ്റഡീഡ് ആൻഡ് ദിയർ പെർഫോമൻസ് ദേ വിൽ ഗെറ്റ് എക്സ്ട്രാ 2 or 3 പേപ്പർ എക്സംഷൻ. 4 പേപ്പേഴ്സ് ഷുവർ ആണ്, പ്ലസ് 2 or 3 പേപ്പേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ യൂണിവേഴ്സിറ്റി ദേ സ്റ്റഡീഡ് ആൻഡ് ദിയർ പെർഫോമൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാം ഈ സയൻസ് എടുത്ത കുട്ടികൾക്കും ഈ സ്ട്രീമിലോട്ട് വരാമല്ലോ? വരാം. അവരും ഇതേ ഒരു ഓർഡറിൽ തന്നെയാണോ പോകുന്നത്? അവർക്ക് സ്ലൈറ്റ് ഒരു ഡിഫറൻസ് ഉണ്ട്. ലൈക്ക് അവർ രജിസ്റ്റേർഡ് ആവുമ്പോൾ, ആസ് എ സ്റ്റുഡൻറ് രജിസ്റ്റേർഡ് ആവുമ്പോൾ ഫൗണ്ടേഷൻ ഇൻ അക്കൗണ്ടിങ് FIA റൂട്ടിലൂടെ ആയിരിക്കും രജിസ്റ്റേർഡ് ആവുന്നത്. അതേപോലെ തന്നെ ഈവൻ ദോ ഇഫ് യു ഹാവ് ലോവർ മാർക്സ് ഇൻ കൊമേഴ്സ്, ഡോണ്ട് വറി, യു ക്യാൻ സ്റ്റഡി ACCA. ലൈക്ക് യു ക്യാൻ ഓൾസോ ബി രജിസ്റ്റേർഡ് ത്രൂ ദ FIA റൂട്ട്. അതായത് കൊമേഴ്സിൽ മാർക്ക് കുറഞ്ഞവർക്കും അതുപോലെ തന്നെ സയൻസിലുള്ള അതെ ത്രൂ FIA റൂട്ട് ആയിരിക്കും രജിസ്റ്റേർഡ് ആവുന്നത്. പക്ഷെ അവർക്ക് ഈ ബേസ് പേപ്പേഴ്സ്, അതിപ്പോൾ അക്കൗണ്ടിങ് എന്നുള്ള സാധനം സയൻസിൽ ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ അത് അവർക്ക് ഈ ബേസ് പേപ്പേഴ്സ് അവിടെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമോ? അത് ഇതിനോടൊപ്പം കിട്ടുമോ അവർക്ക്? ബേസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ നോർമലി +2 പഠിക്കുന്ന അതേ ബേസ് പേപ്പേഴ്സ് ആണ് ACCAയിലും, അതേ കോൺസെപ്റ്റ്സ് ഒക്കെ തന്നെയാണ് ACCAയിലും ഡിസ്കസ്ഡ് ആവുന്നത്. സോ ദേ വോണ്ട് ഫൈൻഡ് മച്ച് ഡിഫിക്കൽറ്റി. മാം, സപ്പോസ് എ സ്റ്റുഡൻറ്റ് ഒരു എക്സാമിന് 2 പേപ്പർ എഴുതുന്നു, അതിൽ ഒരു പേപ്പർ ഫെയിലായി കഴിഞ്ഞാൽ പിന്നീട് ഈ 2 പേപ്പറും വീണ്ടും എഴുതേണ്ട ആവശ്യമുണ്ടോ? വേണ്ടി വരില്ല. ലൈക്ക് ഏത് പേപ്പറാണോ ഫെയിൽ ആയത് ആ പേപ്പർ മാത്രം റീഅപ്പിയർ ചെയ്താൽ മതി. ഇറ്റ് ഡസൻറ്റ് എഫക്ട് ദ മാർക്സ് ഓഫ് ഓർ ദ പാസ് ഫോർ ദ അതർ പേപ്പർ. മാം, അപ്പോൾ ഈ ACCA എഴുതുന്ന കുട്ടിക്ക് എങ്ങനെയാണ് മാർക്ക് സ്കീം? എങ്ങനെയാണ് ഒരു പേപ്പർ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ? എല്ലാ 13 പേപ്പേഴ്സും 100 മാർക്സ് എക്സാംസ് ആയിരിക്കും. ആൻഡ് ഫോർ എവറി പേപ്പർ ദ പാസ് മാർക്ക് ഈസ് 50 മാർക്സ്. ഓക്കെ, അപ്പോൾ 50% എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ എക്സാം? ഇല്ല. ഒരു ലെവൽസിലും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഓക്കെ മാം, ACCA കഴിഞ്ഞ കുട്ടികൾക്ക് ഓൾറെഡി ജോബ് അവിടെ സെറ്റിൽഡ് ആണ്. അത് ലൈക്ക് ബിഗ് 4 കമ്പനികളൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ACCA കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമാണോ ആ ജോബ് ഓപ്പർച്യൂണിറ്റി? KPMG, Deloitte, EY, PwC ഇവരൊക്കെ ACCA അഫിലിയേറ്റ്സിന് മാത്രമല്ല ജോബ് ഓപ്പണിങ്സ് കൊണ്ടുവരാറ്. ഇറ്റ്സ് ലൈക്ക് പാർട്ട് ക്വാളിഫൈഡ് സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ദേ ബ്രിങ് അപ്പ് ജോബ് ഓപ്പണിങ്സ്. ഈ പാർട്ട് ക്വാളിഫൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? പാർട്ട് ക്വാളിഫൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 പേപ്പേഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസ് ദേ യൂഷ്വലി സ്റ്റിപ്പുലേറ്റ് ദ പേപ്പേഴ്സ്, ഹൗ മെനി നമ്പർ ഓഫ് പേപ്പേഴ്സ്, എത്ര പേപ്പേഴ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാമെന്ന് ദേ യൂഷ്വലി മെൻഷൻ. അപ്പോൾ മാം, ACCയെ കുറിച്ച് ടെക്നിക്കൽ സൈഡിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മാം നമുക്ക് പറഞ്ഞു തന്നു. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഈ അഡ്മിഷൻ ടൈമിന് വരുന്ന ഒരുപാട് സംശയങ്ങളും കൂടിയാണിത്. അപ്പോൾ താങ്ക് യു സോ മച്ച് മാം ഫോർ ഷെയറിങ് ഓൾ ദിസ് ഇൻഫർമേഷൻ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് രവി.